വേറെ അതിനൊരു വർത്താനവും ഇല്ല. ഹലോ അണ്ണന്റെ എടാ എനിക്കൊരു കാര്യം കാണിക്കണ്ടേ? ഒന്ന് ഒരു മിനിറ്റ് എടാ, ഒരു മിനിറ്റ് എടാ. എനിക്കൊരു കാര്യം കാണിക്കണ്ടേ? ജസ്റ്റ് ഇത് നോക്കണേ, ഇത് നോക്കണേ, എല്ലാരും നോക്കണേ. ഏതാണ്? എല്ലാരും കേറണേ, എല്ലാരും കേറണേ, കേറണേ. സ്റ്റിയറിംഗ് എടുത്തു കഴിഞ്ഞാൽ വേൾഡിലെ നമ്പർ 1 ഡ്രൈവർ ആവുമെന്ന് ഞാൻ എന്റെ ലൈവിലൊക്കെ ഇങ്ങനെ ഇരുന്ന് VC വന്നിരുന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അല്ലയാ ഇത് ഭയങ്കര ഈസി അല്ലേ, എന്തൊരു എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു. നോക്കി നോക്കി എന്ത് കിടിലളിയാ, എന്ത് അടിപൊളിയാ. കൺട്രോളൊക്കെ അടിപൊളി. ഇറങ്ങി വണ്ടിയിൽ ഇറങ്ങി നടക്കുന്നത് ഇതിന് വേറെ വണ്ടി ഇറങ്ങി നടക്കണമല്ലോ. ഇതില് വളരെ 10 കിലോമീറ്റർ നടക്കാൻ ലോകത്ത് നടക്കാൻ പറ്റാത്ത. അതല്ല, അറ്റ്ലീസ്റ്റ് നമ്മളിങ്ങനത്തെ കേൾക്കണമെങ്കിൽ 12ാമത്തെ പൊസിഷനിലുള്ളവരെ ഇത് അടിച്ചു. ഇത് അതുപോലും ഇല്ല. ചാറ്റിനെന്ന് പറയാനറിയാം 12 ഫുൾ മാർക്കെന്ന്. എന്റെ അമ്മോ, ഞാൻ കണ്ണാപ്പി ശരിക്കുള്ള എന്ത് യോഗ്യത ഉണ്ടാ? ഞാനിത് വരട്ടെ. എന്തായാലും ഇത് ഇത്ര ഇതുപോലെ കളിക്കുന്നില്ല. അല്ല, നീ കീബോർഡ് കളി ആദ്യം. അപ്പൊ എങ്ങനെ ചന്ദ്രൻ മുട്ടി നോക്കുമല്ലോ ഇങ്ങോട്ട്? ഇന്നോട്ട് കളിക്കും നിന്നെ. നീ ജയിക്കണം, നീ ഓടിച്ച് ജയിക്കണം. അളിയ നീ ഇപ്പൊ ഇട്ടിരിക്കുന്നത് മീഡിയം ബോട്ടാ. ഞാനിപ്പോ പ്രോ ബോട്ടിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും, മനസ്സിലായ? പിന്നെ അൺബീറ്റബിളിൽ ഞാൻ ലൈവ് ഇട്ട് ഫിനിഷ് ചെയ്താൽ നീ എനിക്ക് എന്ത് തരും? എന്റെ സ്റ്റിയറിംഗ് പോലെ ഇവിടുത്തെ സ്റ്റിയറിംഗിൽ അൺബീറ്റബിളിൽ ഞാൻ ഫിനിഷ് ചെയ്താൽ നീ എനിക്ക് എന്ത് തരും? ഫസ്റ്റ് കളി തന്നെ ഫസ്റ്റ് അടിക്കാം. അൺബീറ്റബിൾ ഫസ്റ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാ. എന്നാലും ഞാൻ ഓടിക്കും. ഇങ്ങനെ 12/12 ആവൂല അൺബീറ്റബിളിൽ. അല്ല, ഇവിടെ ഗോട്ടില്ലാണ്ട് ഒരു സംസാരം തരും. ഒഴിവാക്കണേ, ഇവരൊക്കെ ഒഴിവാക്കിവിടെ. ഗോകുല പൊട്ടിക്കാൻ പറ്റും. എടാ നീ ഗോകുവിന്റെ സ്ഥാനത്ത് പിടിക്കാടാ. നീ നിന്റെ കാര്യം പറയാ. ചന്ദ്ര, നീ എന്റെ സാമാനത്തിൽ പിടിക്കണ്ട, മനസ്സിലായ? നീ നിന്റെ കാര്യം പറ, നിന്റെ കാര്യം. ഈഗിളിന് എന്നെയും പഠിപ്പിക്കാന്ന്. നീ ഒന്ന് പിടിച്ച് പഠിപ്പിക്കണം, മനസ്സിലായില്ലേ? നമ്മളെ സാമാനം രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് പിടിപ്പിക്കണം, മനസ്സിലായില്ലേ? ഇതില് നീ എന്നെ പിടിക്കണ്ട, മനസ്സിലായ? ഇതില് നമ്മള് ടീം. നീ കൊണക്കല്ലേ? വിഷയാണല്ലോ ഇല്ല കേട്ടാ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നീ വെളിയിൽ എഡിറ്റ് ചെയ്തതാണോ അതോ അകത്ത് തന്നെ ചെയ്താണോ? റോ മോഡൽ എടുത്ത ഫോട്ടോ. റോ ആണിത്. റോയ കണ്ടറിഞ്ഞത്. അടുത്ത ടെക് പ്രോ വന്നു. ഒരു കഴിവില്ലാണ്ട് പക്ഷെ എല്ലാത്തിലും സംസാരിക്കുന്ന ഒരു മൈൻഡേ ഉള്ളത്. അതറിയാലോ. അത് നീ നമുക്ക് ചാറ്റിലുള്ളവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാരും സിറ്റി കയറണം. അതുകൊണ്ട് മൈൻഡ് ചെയ്യാറില്ല. എടാ 007 ഇന്നത്തെ ലൈവ് തീരുന്നതിന് മുമ്പ് ലൈവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടേ പോത്തുള്ളൂ, മനസ്സിലായ? ലൈവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. എടാ Z30 ഇഷ്യൂ എന്തോടാ എല്ലാരും പറയണേ? ഇവിടെ ചാറ്റിൽ എന്റെ അടുത്ത് Z30 ഇഷ്യൂ എന്ന് പറയണ എന്താ സംഭവം? അവരെന്താ ലൈവ് എന്തൊക്കെ പറഞ്ഞെന്ന് ഇവിടെ പറയുന്നുണ്ട്. അറിഞ്ഞൂടെ എന്താ ഞാൻ പറഞ്ഞു? എന്താ കാര്യം? എന്താ ഇന്നെന്തോ സിറ്റുവേഷൻ എന്തോ ആയിരുന്നല്ലോ. എടാ പറഞ്ഞോ, സിറ്റുവേഷൻ ഉള്ളവർ പറഞ്ഞോട്. ഞാൻ ഇവിടെ ആരും ഇല്ലേ? എടാ ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇവിടെ. ഞാൻ ഉറങ്ങിയിട്ടിട്ട് കുറച്ച് മുമ്പ് സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഗ്രൂപ്പിലില്ലായിരുന്നു, എല്ലാം ഞാൻ പറഞ്ഞില്ലായിരുന്നു.
നിന്നെ ഗ്രൂപ്പിൽ കിട്ടിയത് എന്റെ അറിവോട് കൂടിയാണ്. എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിലും അത് തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു ഡിസിഷൻ ആണ് ഇന്ന് അവൻ എടുത്തത്. മനസ്സിലായ? ഞാൻ ചന്ദ്രൻ ഇത്ര എന്താ പറഞ്ഞു, ഞാൻ ഇത്ര പറഞ്ഞാ എടാ അതല്ല കണ്ണാപ്പി എന്തിനാണ് ഇറങ്ങിപ്പോയെ? എന്തോ കാര്യമായിട്ട് മെസ്സേജ് ഇട്ടു. ഞാൻ പറഞ്ഞു ചാറ്റിൽ ഇന്ന് കുറച്ച് പേര് പുതിയതായിട്ട് വീണ്ടും വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ചാറ്റിൽ എന്റെ ചാറ്റിൽ സ്പാം ചെയ്തിട്ട് കാര്യമില്ല. ആര് എക്സ്പോസ്ഡ് ആയാലും ഗൈസ് അത് അവരുടെ പ്രശ്നം. എനിക്കതിൽ റോളില്ല. നിങ്ങൾ അവിടെ പോയി സംസാരിക്കണേ പ്ലീസ്. നിങ്ങളത് വിട്ടേരാ. എനിക്ക് അതിനകത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ കുറെ പേര് ചാറ്റിൽ സ്പാം ചെയ്യുന്നു. അത് നിങ്ങൾ അവിടെ പോയി അവരുടെ അകത്ത് സംസാരിച്ചോ. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും നമുക്കെതിരെ നിന്നവരല്ലേ അവന്മാർ ഊമ്പിയപ്പം ഇവന്റെ വായിന്ന് എന്തോ കേൾക്കുന്നതെന്ന് വരാമെന്ന് വിചാരിച്ച് ഇവനെ പോയി ട്രിഗർ ചെയ്യാം എന്ന് വിചാരിച്ച് ഇവിടെ വന്നിരിക്കുന്നവന്മാരുണ്ട്. ആര് ഊമ്പിയാലും അത് ആഘോഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഓക്കെ ശരി. ഞാൻ ഗെയിമിന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടോ. ഗെയിലോട്ട് കയറോളെ. വാങ്ങിച്ചോടാ 007? ഇല്ല ഇന്ന് മേടിക്കാം ചോക്കി. ഇന്ന് ലൈവ് എടാ ചന്ദ്രന്റെ കളി കണ്ടടാ റേസിംഗ് വീൽ വെച്ചിട്ട്. നല്ല അപ്പി യോഗി. അതിൽ നന്നായിട്ട് ഓടിക്കുന്നത് നമ്മള് ഫസ്റ്റ് ഡേ ഒക്കെ. കണ്ണും പൂട്ടി വല്ല അവനെ തോപ്പിക്കാനെ. സത്യം കണ്ണ് കെട്ടി വിട്ടാ ഇപ്പഴും ഞാൻ അവനൊക്കെ മുന്നിലായിരിക്കും. സിറ്റി കാണാൻ ഞാൻ ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് എല്ലാരും ഒന്ന് കേറാൻ. സെർജിയോടെ ലൈവോ? സെർജിയോടെ ലൈവ്. എടാ ഞാൻ എന്തോ നോക്കാം. ഞാൻ അറിഞ്ഞില്ല എന്തോ പ്രശ്നം ഞാൻ അറിഞ്ഞില്ല. സെർജിയോടെ ലൈവ് ഞാൻ ഇത് കഴിയുമ്പോ നോക്ക്. ഇപ്പൊ നമുക്ക് സിറ്റി കയറണല്ലോ. സിറ്റി കയറിയിട്ട് ഇതാക്കാം. അണ്ണനെ ഞാൻ ആരെന്നറിയാവോ? നീ ഇവിടെ ടിവിയിലെ ഒരു ഊമ്പൻ ഉണ്ടെങ്കിൽ അത് നീ. ഞാനാണ് ഇത് തങ്കനാണ്. അങ്ങനാണെങ്കിൽ മാറിയിരിക്കുക. നീ വീട്ടിലെത്തിയോടാ? ഞാൻ എത്തി. ആ കൊച്ചി ചെറുക്കന് ജീവനുണ്ടോ? ഓക്കെ അതറിഞ്ഞാ മതി. പയ്യൻ സേഫ് അല്ലേടാ. ഒന്നും പറയുന്നില്ല. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് നീ വെറുതെ. ഇന്നലെ രാത്രി ഞാൻ കണ്ണാപ്പിയുടെ അച്ഛനോട് സംസാരിച്ചു കേസ്. ഞാൻ പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാളുടെ പോക്കൃത്തരങ്ങൾ മാത്രം വർഷങ്ങൾ 5 വർഷം 6 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് എന്റെ മോൻ നന്നായി എന്ന് ഒരച്ഛൻ പറയില്ല. അത് ഇവർ കാണിക്കുന്ന പോക്കൃത്തരങ്ങളുടെ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. അത് വലിയ കാര്യമാണ്. വീട്ടിൽ പുട്ട അഭിപ്രായമാണ്, ഭയങ്കര അഭിപ്രായമാണ് അതിനെ പറ്റി. കീപ് ഇറ്റ് അപ്പ്. നല്ല വെരി ഗുഡ് ജോബ്. വെരി 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 ഓക്കെ. ഇന്നലെ മറ്റേ പയ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിക്കുട്ടൻ? പാവം ചെറുക്കൻ ജോക്കി. എന്ത് പാവം ജോക്കി. സത്യം പറയാലോ, ഇവനെ അയാൾ എവിടുന്ന് പറക്കിയെടുത്തോണ്ട് വന്നതാ. എനിക്ക് ഉറപ്പാ. അത് കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ജനിച്ചത്. ഇത് തലയിലും ആയിപ്പോയി. ഇവന് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ആയിപ്പോയതാണ്. മനസ്സിലായ? ഇവനെ എവിടുന്നോ പറക്കിയെടുത്തോണ്ട് വന്നതാ പുള്ളി. അവ തങ്കപ്പെട്ട ചെറുക്കൻ. സത്യം. അയ്യോ ഇത് ഞാനാ, ഇത് തങ്കനാ. എന്നാ നല്ലതിനെ പുള്ളിക്ക് എടുത്താ പോരായിരുന്നു ബ്രോ. ഈ ചെറുതായിരിക്കുമ്പോ അറിയൂലല്ലോ ഈ വലുതാവുമ്പോ ഇങ്ങനെ പമ്പലായി കാണിക്കുമെന്ന്. നമുക്ക് ഈ ചെറുതായിരിക്കുന്ന സമയത്ത് അറിയാൻ പറ്റൂല. ഇപ്പൊ നാളെ ദേവൂട്ടം വലുതാവുമ്പോ ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴായിരിക്കും രാവിലെ അവൻ എന്റെ അടുത്ത് PC വിറ്റിട്ട് അന്നത്തെ എന്തെങ്കിലും പരിപാടിക്ക് പോണത്. ഇവരൊക്കെ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ പ്രായത്തിലുള്ള ഇവരൊക്കെ ആണെങ്കിൽ അവൻ മറ്റേ ജെൻ ആൽഫയോ ബേറ്റ എന്തോ ആണ് ചെറുക്കൻ. ജെൻ ബീറ്റ എന്തോ ആണ് അവൻ. അപ്പൊ ഞാൻ രാത്രി വൈകുന്നേരം ഉറങ്ങി രാവിലെ എണ്ണിക്കുമ്പോ സ്റ്റിയറിംഗിന്റെ അവിടുത്തെ ഒരു പെടല് കാണുമല്ലോ, അത് കാണുമല്ലോ. അതൊക്കെ ആയിരിക്കും ഇവനൊക്കെ പറക്കി വെക്കാൻ പോണത്. മനസ്സിലായി? ഇവനെ കൊച്ചിലെ തൊട്ടേ ഇതൊക്കെ കണ്ട് ഇവനൊക്കെ വെറുത്തു പോയിരിക്കും മിക്കവാറും. അളിയാ ദേവൂട്ടൻ വലുതാവുമ്പോ നിന്റെ കിഡ്നി വല്ല തപ്പിയൊക്കെ ചമ്മി പോവും. ഞാനൊരു കാര്യം പറയണ്ടടാ. ദേവൂട്ടൻ എന്താണ് ഹെവൻ ഉള്ളപ്പോ എന്റെ കിഡ്നി അതിലെ ചീകപ്പുല്ല് വെട്ടി വിറ്റാ കിട്ടും. മനസ്സിലായ? ദേവൂട്ടന്റെ ഫേവറേറ്റ് കണ്ണന്റെ അവനാണ്. ശരിടാ. അണ്ണന്റെ അവന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി കണ്ണന്റെ മനസ്സിലായില്ലടാ. കോമഡി ഒന്നും ഇല്ല. ഇതാണ് ഗോകുന്റെ കോമഡിയുടെ നിലവാരം. ഇപ്പൊ ഇതിലൊന്നും ഇല്ല. പണ്ട് ഇതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ.
ഓക്കെ അപ്പൊ ഞാൻ വില്ലൻ. Guys, എല്ലാവർക്കും സ്ട്രീം, എല്ലാവർക്കും വെൽക്കം 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 വെൽക്കം. സർവർ ഷട്ട് ഡൗൺ ആക്കാനാണ് കേറുന്ന. എടാ ഇങ്ങനെ പറയല്ലടാ, ഞാൻ എടാ, പോടാ, നിന്നെ അറിയാടാ, കഴിവറ മോനെ ഗോകു. അല്ലല്ല ഓൾറെഡി ഇപ്പഴാണ് രണ്ടോണ അടിച്ചു പോയിരിക്കുവായിരുന്നു. രണ്ടവണ അടിച്ചു പോയി. എടാ PL 10 കേട്ടോ. ജോക്കി ഇങ്ങനെ പറ- എനിക്ക് ദേ server ജോക്കിയുടെ കുഴപ്പമില്ല, ജോക്കി. എനിക്ക് 5 ഉള്ളല്ലോ. ചുമ്മാ പറയുന്നേടാ. പ്രൗഡ് ഉണ്ടായിരുന്നാ ഞാൻ ഒന്ന് പറഞ്ഞേ. അപ്പാപ്പ ഇത് അറ്റംപ്റ്റ് 2 എന്ന് പറഞ്ഞ് കാണിച്ചോണ്ടിരിക്കണം അപ്പാപ്പ. അത് പേടിക്കണ്ട, ജസ്റ്റ് ക്ലോസ് ഒന്നും കൂടെ കണക്ട് ചെയ്താൽ റെഡി ആയിക്കോളും. അത് ഡൗൺലോഡ് ആയതിനു ശേഷമുള്ള ഒരു ഇഷ്യൂ. 5 ക്ലോസ് ചെയ്യണ്ട. Excuse ഉണ്ട്. എടാ ബ്രാവോ. ഓ പറച്ചെടുത്തിട്ടാ ഫൈറ്റുകളൊക്കെ എങ്ങനെ ഉണ്ട്? Guys, അതെ ഒരു കഥ പറയട്ടെ. ഒരു കഥ ബ്രാവോടെ വീട്ടിലെ കളയാൻ വേണ്ടി തട്ടുമ്പുറത്ത് കുറച്ച് പിസ്ത വെച്ചിരുന്നു കേട്ടാ. ഒരു ബ്രാവോയൊക്കെ പ്രായമുള്ള പിസ്തയാണത് എന്ന് പറയുമ്പോ ഭയങ്കര പണ്ട് മേടിച്ചത്. അപ്പൊ ബ്രാവോയ്ക്ക് വിഷം തിരുന്നപ്പോ ബ്രാവോ എത്തിയെന്ന് വെച്ചാൽ നൈസായിട്ട് ആരോടും പറയാതെ അത് എടുത്തു പോയി തിന്നു. മനസ്സിലായ? ഇപ്പൊ കക്കൂസിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, ക്ലോസറ്റിൽ സെറ്റ് ചെയ്തിരിക്കുക PC. ഇപ്പൊ പിസ്തക്കൊക്കെ ഡേറ്റ് ഉണ്ടോ? അതൊക്കെ മരത്തിൽ ഉണ്ടാവുന്നല്ലേ? എടാ പോട്ടാ, പിസ്തക്ക് പിന്നെ ഡേറ്റ് ഇല്ലാതെ മരത്തിന്നുണ്ടാവുന്നത്. എടാ മാങ്ങ മരത്തിൽ നിന്നുണ്ടാവുന്നതല്ലേ, പഴുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കും? കൊറേ ദിവസം നിക്കും. ഒത്തിരി ദിവസം നിൽക്കും അല്ലേ? ഈകളെ എടാ നീ കേറാൻ നോക്കണ ഈ ഒത്തിരി ദിവസം നിക്കും. ഒത്തിരി ദിവസം നിക്കും. ഫ്രിഡ്ജൊക്കെ പറയി നിൽക്കും. പോ കണ്ണാപ്പിയും ഫ്രിഡ്ജ് വെച്ചാ കൊറേ നേരം നിക്കും. ഫ്രിഡ്ജ് വെച്ചാ പറ നിൽക്കുമെന്ന്. ഇവ എന്താണ് പറയണത്? ഫ്രിഡ്ജ് വെച്ച് എത്ര മന്ദാർ നീ ഇപ്പൊ സഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ, നമ്മൾ 6 വർഷമായിട്ട് സഹിക്കുക. അന്താരം ജോക്കി ഇന്നലെ ഒക്കെ ഉണ്ടല്ലോ ജോക്കി, കിടന്ന് ഉറങ്ങുന്നവരുടെ അടുത്ത് പോയിട്ടേ ജോക്കി ഉറങ്ങി കിടക്കുന്നവരെ വിളിച്ചെണ്ണീപ്പിച്ചിട്ട് പറയുവാൻ ഞാൻ തങ്കനാടാന്ന്. ഞാൻ ഓർത്ത് ആ ബാലം കൈ വെച്ചെന്ന് ഇവനെ ഇന്നലെ. എടാ അവന്റെ കൊട്ട പിടിച്ചാൽ ഉടച്ചു വിട്ടു. അന്നേരം എന്നെ കാണാൻ വിളിച്ചെണ്ണീപ്പിച്ച ജോക്കി അടിച്ചേനെ. ഞാൻ ഉറങ്ങില്ല, ഞാൻ ഉറങ്ങാതെ നടക്കും. ഞാൻ ഉറക്കത്തിൽ നിന്ന് കാണാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ തങ്കനാടാന്ന് വല്ല പറഞ്ഞ മോന്തടിച്ചാ പൊട്ടിച്ചേനെ, മോന്തടിച്ച്. എന്നിട്ട് അതിന്റെ ഇടയില് എല്ലാവരുടെയും വീഡിയോ എടുത്തിട്ട് റീലും അങ്ങ് ആക്കി. അതെ സത്യം. ഉറങ്ങി കിടക്കുന്നതിനൊക്കെ ഞാൻ ആരാന്നറിയാവോടാ, ഞാൻ തങ്കനാടാ എന്നൊക്കെ പറഞ്ഞു വെച്ച് ഇങ്ങനെ ഇരിക്കുവാ രാത്രി ഒരു കാര്യമില്ലാതെ. എടാ ഞാൻ ഇപ്പൊ ബ്ലാക്ക് മെയിലിംഗ് കാണാ കണ്ണാപ്പിനെ. അയ്യേ എടാ അത് കാണിക്കണോടാ ലൈവില്, പക്ഷെ ചാനല് പോടാ. ഞാൻ പറയട്ടെ, മന്ദാരൊക്കെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് മന്ദാര ഉറക്കത്തിൽ നിന്ന് എട്ടിട്ടപ്പം ഒരു തുണി ഇല്ലാതെ ഒരാളിങ്ങനെ നടന്നു പോണ്. ഞാനിവിടെ കുളിക്കാൻ പോകണ രാത്രി. കുളിക്കാൻ പോയിട്ട് ഡ്രസ് എടുക്കാൻ നടന്നു പോകുമ്പോഴത്തേക്ക് ഇവ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാം ലൈവ് എന്തോ ചോദിച്ചു പുറത്തായിരുന്നു. ഇൻസ്റ്റാഗ്രാം ലൈവ് കാണാറുണ്ട്. നിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാ കണ്ടാ മൂഞ്ചി പോയനെ. അതെ നമ്മള് വാട്സപ്പിൽ ഒരു സ്റ്റിക്കർ ഇല്ലേ, ബാക്ക് പൊത്തി പിടിച്ച് ഓടുന്നത് ഒരു സ്റ്റിക്കർ അല്ലേ വാട്സപ്പില്, കറക്റ്റ് അതായിരുന്നു. എന്തൊക്കെ കാണുമോന്നറിയോ ദൈവമേ. സിറ്റി കയറാൻ പറ്റത്തില്ല. മണി ടാക്സ് ആയിരുന്നു ശരിക്കുള്ള മണി. പോടാ ശരിക്കും ഫോട്ടോ ഉണ്ടോ എന്റെ? വീഡിയോ ഉണ്ട്, വീഡിയോ എടുത്ത് വെച്ചു. എന്തൊരു പയ്യനൊക്കെയാ അടുത്ത രാത്രി. എനിക്കാണെങ്കിൽ രാത്രി കുളിച്ചില്ലെങ്കിൽ അവിടെ മൊത്തം ചെളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇന്നലെ എനിക്ക് കുളിച്ചില്ലേ ഇറിറ്റേഷൻ ചേർത്തേട്ടാ, കിടന്നുറങ്ങാൻ പറ്റില്ല. അങ്ങനെ കുളിച്ചതാ. ഞാൻ എന്റെ റൂമില് സ്വസ്ഥമായിട്ടിരുന്ന് കുളിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് തുണി എടുക്കാൻ വന്ന അപ്പോഴത്തേക്ക് ഇവൻ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നത് പുണ്ടച്ചവൻ. ഞാൻ കേറിപ്പോ കാണുന്നത് ഇതാ ചേർത്തേട്ടാ. കാണിക്കൂ. ഇല്ല ഫ്രണ്ടിൽ തുണിയുണ്ട്. ഫ്രണ്ട് ഒന്നും കണ്ടിട്ടില്ല, ബാക്ക് ആയിട്ടുള്ളത്. ഷഡ്ഡി പൊത്തി പിടിച്ച് ഓടുന്നുള്ളൂ. അതിനകത്ത് ക്ലിയർ ഒന്നുമല്ല, വെട്ടമില്ലാത്തോണ്ടേ. ഒരു മിന്നായം പോലെ കണ്ടത്. ഈകളെ അവങ്ങോട്ടാ പോയി. അണ്ണനെ പോയി. ഉള്ളാൻ പോയോ? ഇനി ഈകളുടെ കഥ പറ. ഇത് ഇല്ല പറ. എടാ രാത്രി വിളിച്ചിട്ടുണ്ടല്ലോ അവനെ ഒരുമാതിരി കാണോണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇതൊന്നുമല്ല ശരത്തേട്ടാ, ബോബി ഇന്നലെ രാത്രി സാറേ വാസുണ്ണ സാറേ
ഈ കാണുന്ന പുഴയാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ നേരെ ആറ്റിലോട്ട് എടുത്ത് ഒറ്റ ചാട്ടം ബോബ്. ബോബ് എന്നിട്ട് അവിടെ നിന്ന് വാസുള്ള മോട്ടിവേഷൻ, ഈ അടി വരെ ഇറങ്ങുവാണെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കും, അതിനപ്പുറം പോയി ബോബോ ജോക്കി രാത്രി എടുത്ത് കായലി ചാടി നോക്കിയവൻ. ചാടി ഇവന്മാരെല്ലാം കൂടെ. ഈ പുഴയുടെ അച്ഛനാന്ന് പറഞ്ഞ കായലിച്ചാട്ടി യൂസഫിന്റെ friend ഒരു കായല. റിസോർട്ടിന്റെ തൊട്ട് താഴെ. അഹങ്കാരമല്ലേ അതൊക്കെ, അഹങ്കാരം. കായലിട്ട് ചാട്ടം. ഇല്ലല്ല ജോക്കി, അങ്ങനല്ല ജോക്കി, അവിടെ ഒരു തിട്ട കെട്ടിയിട്ടുണ്ട്, ആ തിട്ടയ്ക്ക് അപ്പുറത്തോട്ടാ കായൽ, അതിനകത്താ ചാടിയത്, വെളിയിലല്ല. എന്നിട്ട് വല്ല ഇടിക്കുകയും ചെയ്താ. ഇല്ലില്ലില്ല. അതിനൊഴുകി പോയി കഴിഞ്ഞാൽ അവിടെ കൊച്ചി എത്തുന്നത്. എടാ ഞാൻ സിറ്റിയിലോട്ട് കയറാ, സിറ്റിയിൽ എല്ലാവരും സിറ്റി വാ. എന്നെ ഡിസ്കൗണ്ട് അടിക്കോ? ഓക്കെ ഓക്കെ. ഗോകു നിനക്ക് വരാൻ കേട്ടോ ഗോകു. ഞാൻ അളി അവിടെ ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കുക. ഗെയിമാ? അല്ല ഇത് ആസെറ്റ്. ഓ ഓക്കെ. അപ്പൊ ഡിസ്കൗണ്ട് അല്ല വാട്സപ്പ് നോക്കണേ. ആ ഓക്കെ ഓക്കെ.